സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ കൂടിയ കൗൺസിലിന്റെ ഒരു തുടർച്ച, കൗൺസിൽ അല്ലെങ്കിലും അതിന്റെ ആ ചർച്ചയുടെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സംഘടനാപരമായി ആദർശപരമായി നമ്മുടെ പ്രവർത്തകർക്കിടയിൽ നേതൃത്വത്തോട് ചോദിക്കേണ്ടുന്ന വല്ല സംശയങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരോട് അവർക്ക് നേരെ ചോദിക്കുവാനുള്ള ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മോട് സംവദിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ, KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി അബ്ദുൽ മദനി അവർകൾ, അതുപോലെ തന്നെ KJU-ന്റെ സംസ്ഥാന സെക്രട്ടറി MM മദനി, അതുപോലെ KNM-ന്റെ സെക്രട്ടറി M അബ്ദുറഹ്മാൻ സറഫി, അതുപോലെ തന്നെ ബഹുമാനനായ ാണ്. അദ്ദേഹത്തെയും എല്ലാവരെയും അവരുടെ അഭാവത്തിലും സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആരംഭിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ശാന്തമായി സമാധാനത്തോടെ അവനവനെ ഓരോരുത്തരും നിയന്ത്രിച്ചുകൊണ്ട്, ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്ന അവസ്ഥയില്ലാതെ എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് മാത്രം പറയും. ആ നിലക്ക് ഒരു ഇസ്ലാഹി പ്രവർത്തകൻ എന്ന ആ സ്വഭാവവും സംസ്കാരവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ പരിപാടിയിൽ ഇരിക്കേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ആരാണോ സംസാരിക്കുന്നത്, ചോദിക്കുന്നത്, ആൾക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇല്ലിയാസ്. ഒരു സലഫി കുടുംബത്തിലല്ല ജനിച്ചത്, ഖുറാഫി കുടുംബത്തിലായിരുന്നു. പിന്നീട് സലഫി ആയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നലെ കൗൺസിലിൽ വെച്ചിട്ട് നേതാക്കൾ മുജാഹിദ് ബാലുശ്ശേരിയെ സസ്പെൻഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തകന്മാരുടെ പ്രതികരണത്തിൽ ഒരുപാട് രൂക്ഷമായിട്ട് ശാസനയോടുകൂടിയിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനായ ഇഖ്ലാസുള്ള ഒരു സലഫി പ്രവർത്തകൻ, എല്ലാ കാര്യങ്ങളും മാറ്റി എല്ലാം വിട്ടഴിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരു സലഫി പ്രവർത്തകന്റെ മുന്നിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ആയിട്ട് കിട്ടുന്ന അറിവ് ആ പ്രഭാഷകനെ സസ്പെൻഡ് ചെയ്തത് ഒരു പ്രത്യേക കാരണം കൊണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നേതാക്കന്മാർ കൗൺസിൽ പറഞ്ഞതുപോലെ തന്നെ സംഘടനാ സെറ്റപ്പ് ആവശ്യമാണ്, അതിനുള്ള അച്ചടക്കം ആവശ്യമാണ്, അച്ചടക്കരാഹിത്യം കാണിച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കൽ ആവശ്യമാണ്, എല്ലാ ആളുകൾക്കും വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യും. പക്ഷേ ഈ സസ്പെൻഡ് ചെയ്തത് എന്ത് കാരണത്തിലാണെന്ന് അറിയുമ്പോഴാണ് പ്രവർത്തകന്മാർ രോഷാകുലരാകുന്നത്. അറിയാൻ കഴിഞ്ഞത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഒരു പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഞാനും അറിഞ്ഞത് ഇന്നലെ പെയ്ത മഴക്ക് പൊടിച്ച ഒരു മഞ്ഞളാൻകുഴി അലി എന്ന് പറഞ്ഞ ഒരാളുടെ, ഒരു മന്ത്രി ദർഗയിൽ പോയിട്ട് സത്യപ്രതിജ്ഞക്ക് പോയത് അതിനെ വിമർശിച്ച് സംസാരിച്ചത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഇഖ്ലാസുള്ള സലഫിക്കാരനും ആ നേതൃത്വത്തോട് വല്ലാത്ത വെറുപ്പും അറപ്പും പുച്ഛവും ഒക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത് ഈ
പ്രഭാഷകന്, അതായത് 24 മണിക്കൂർ പ്രഭാഷണം നടത്തി 25 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ 1 മണിക്കൂറും കൂടെ എനിക്ക് ദഅവത്ത് നടത്താമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പ്രഭാഷകന്, അതും ബൈലക്സിലൂടെ ആയാലും CD-യിലൂടെ ആയാലും എല്ലാ സമയത്തും എല്ലാ ആളുകളും കൂടുതൽ മറ്റ് പണ്ഡിതന്മാരെക്കാളും കൂടുതൽ പ്രഭാഷണം കേൾക്കാൻ ആശ്രയിക്കുന്ന ഒരു പണ്ഡിതന് പെട്ടെന്ന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ട്. കാരണം ഞാനിപ്പോൾ പറഞ്ഞു വരും, എന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആ കാരണം അത് തന്നെയാണെങ്കിൽ അത് നേതൃത്വം, നിങ്ങൾക്ക് ഒരുപാട് പ്രതികരണം കിട്ടിയ പ്രവർത്തകന്മാരിൽ ഉള്ള ഞാനും വളരെയധികം വെറുപ്പോടുകൂടി കാണുകയാണ്. കാരണം ഈ പ്രസ്ഥാനം ഏത് അധികാരത്തിന്റെ തലോടലുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ശിഹാബ് തങ്ങൾ ഉറുക്കുനൂല് മന്ത്രിച്ചപ്പോൾ നമ്മൾ വിമർശിച്ചിട്ടില്ലേ? ഇപ്പൊ ഹൈദരലി തങ്ങൾ മെനഞ്ഞാന്ന് ഈ അപ്പവാണിപ്പ നേർച്ചക്ക് പോയിട്ട് കൊടി ഉയർത്തിയിട്ടുണ്ട്. അതിനെ ഒരു പണ്ഡിതൻ വിമർശിക്കാൻ പാടില്ലേ? അതറിയാൻ ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വികാരങ്ങളെ മാനിക്കുന്നു. ഒരു സംഘടന എന്നുള്ള നിലക്ക് ഒരു വിശദീകരണം ചോദിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ആയിരിക്കും ആ സന്ദർഭത്തിൽ, അത് മാത്രമാണ് അത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇത് ആദ്യമായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ആ ആൾക്കെതിരിൽ ഒരു നടപടിയോ ഒരു വിശദീകരണം ചോദിക്കലോ ചെയ്യുന്ന സമ്പ്രദായം അല്ല. മറിച്ച് ഞാൻ ഈ വിഷയത്തിൽ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴായി സ്വകാര്യമായി വിളിച്ചു ഉപദേശിച്ചതും അതുപോലെ തന്നെ മുമ്പ് ഇതുപോലെ സംഘടനാപരമായി ഒരു തീരുമാനമെടുത്തതും ആ വിഷയത്തിൽ ഉടനടി ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വത്തെ വന്ന് കാണുകയും ഉടൻ അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുജാഹിദ് ബാലുശ്ശേരിയെ വളരെ, ഒരുപക്ഷെ നിങ്ങളൊക്കെ പ്രസംഗം കേട്ടിട്ടുള്ള ബന്ധമാണെങ്കിൽ മുജാഹിദിന്റെ സ്വന്തം പിതാവ് ഇവിടെ ഉണ്ട്. മുജാഹിദിന്റെ വളരെയധികം അടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇപ്പം ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു വൈകാരികമായ ഒരു അന്തരീക്ഷം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു വികാരം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഒരു ദിവസം എനിക്ക് ടെലിഫോൺ ചെയ്തു. ഞാൻ ബൈലക്സിൽ ഇങ്ങനെ പറഞ്ഞ് ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളിയായി അതിന് വ്യവസ്ഥ നിശ്ചയിക്കേണ്ടത് നാളെയാണ്. ഞാൻ പറഞ്ഞു ഹനീഫിനെ വിളിക്കാം. അപ്പോൾ ഹനീഫ് ഖാനെ വിളിച്ചിട്ടുണ്ട്, ബഹ്റൈനിലാണ്, നാളെ എത്തും, പക്ഷെ നിങ്ങൾ വരണം. ശരി, ഞാൻ വരാം. വേറെ ഒന്നും ആലോചിച്ചില്ല. ഹനീഫ് രാവിലെ എത്തുമല്ലോ, എത്തിയാൽ നിങ്ങൾ പോണതിന് വിരോധമല്ല, ആയിക്കോട്ടെ. അങ്ങനെ രാവിലെ എൻ്റെ അടുക്കൽ ഒരാൾ വന്നു, അയാളുടെ കൂടെ ഞാൻ പോയി. മുജാഹിദ് വഴിയിൽ മാഹിക്ക് തൊട്ടുപ്പുറത്ത് ഒരാളുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഹനീഫിന്റെ ഫ്ലൈറ്റ് ഡിലേ മാത്രമല്ല, വന്ന് കൊച്ചിയിലാണ് ഇറങ്ങിയത്, കോഴിക്കോട് ഇറങ്ങാൻ വയ്യ, മഴക്കാറ്. അപ്പോൾ എത്തില്ല എന്ന് ഉറപ്പാ. ഞാൻ നേരെ പോയി. ആ വിഷയത്തിൽ അത് മുജാഹിദല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല. ഇതാകട്ടെ ബൈലക്സിലുണ്ടായ ഒരു സംസാരത്തിന്റെ അടിയിന് ഒരു വ്യവസ്ഥക്ക് നിർബന്ധിതനായതാണ്. പോട്ടെ. അത് കഴിഞ്ഞ് അന്ന് അവിടെ സംസാരിക്കുമ്പോൾ മുജാഹിദിനോട് തന്നെ ആദ്യം സംസാരിപ്പിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടപെടുന്നത്. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ നേരെ തിരിഞ്ഞ്, ഈ ചെവി എൻ്റെ അടുത്താണ്, പക്ഷെ ഈ ചെവിയല്ല, മറ്റേ ചെവി ഇങ്ങനെ തിരിഞ്ഞാണ് കാണും. അപ്പൊ ഇത് പലതവണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ തിരിയണത്? എനിക്ക് ഈ ചെവി ശരിക്കും കേൾക്കണില്ല. അവിടുന്ന് ആ പരിപാടി അതവിടെ അവസാനിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ ചെവിയായിട്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല. ചിലപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ എന്തോ ഒരു വെറുപ്പുണ്ടായിട്ട്, എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടുമ്പോഴേക്ക് എന്തോ ചെയ്യാന്നല്ലേ. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി ഉടനെ പരിചയമുള്ള ഒരു ENTനെയാണ് ആദ്യം കാണേണ്ടത്. KNMന്റെ സെക്രട്ടറിയാണ് ഡോക്ടർ മോമോയിഞ്ഞി. ഞാൻ വിളിച്ചു അവിടുന്ന്. മുജാഹിദിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, എപ്പോഴാണ് നിങ്ങളെ കാണേണ്ടത്? അപ്പോൾ മുജാഹിദ് ഇന്ന് എനിക്ക് രാത്രി പരിപാടിയായി, കഴിഞ്ഞിട്ട് നാളെ കാണാം. നാളെ വരും. ചെന്നു, കണ്ടു. ഡോക്ടർ എന്നെ മുജാഹിദ് വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചോദിക്കണം എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു. ഡോക്ടർ അതിൻ്റെ മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു, ഈ ചെവിൻ്റെ കാര്യം കുറച്ച് പ്രശ്നമാണ്.
ആ ഏറ്റവും നേരിയ ഞരമ്പാണല്ലോ ചെവിയിലേക്ക് വരുന്നത്. ഡോക്ടർ എന്നെ നിർദ്ദേശിച്ചനുസരിച്ച് പിന്നെ അവിടുന്ന് പിന്നെ മിംസിൽ പോവുകയും, ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളൊക്കെ ഈ രീതിയിൽ ആദർശരംഗത്തും സംഘടനാ രംഗത്തും വ്യക്തിപരമായ കാര്യങ്ങളിലും ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ്. പിന്നെയാണ് അവിടെ അഡ്മിറ്റ് ആവുന്നതും കുറച്ച് ചികിത്സ കുറച്ച് നീണ്ടുപോകുന്നതും. ഈ വക കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഈ വിഷയത്തിൽ പിന്നെ പ്രസിഡന്റ് തന്നെ സംസാരിക്കും. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഇന്നലെ തന്നെ പറഞ്ഞതാണ്, ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം മറുപടി ഉത്തരവാദിത്തപ്പെട്ട സലഫിയുണ്ട്. സലഫി പറയും, ഹനീഫി ഇവിടെയുണ്ട്. ഒരു കാര്യം നമ്മൾ ഇന്നലെ നടന്ന ചർച്ചയിലും ഞാൻ തുടർച്ചയായിട്ട് ഇപ്പം നടക്കുന്ന എത്ര സമയമാണെങ്കിലും എന്ത് സംശയങ്ങളും ചോദിക്കുകയും ഒരു സതുദ്ദേശത്തോടു കൂടെ ആ ചോദ്യവും ഉത്തരവും അത് രണ്ടും നിങ്ങൾ കേൾക്കണം. നമ്മൾ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. ഈ സംഘത്തിൽ ഒരു ഭിന്നിപ്പില്ലാതെ എല്ലാവരും യോജിച്ചുകൊണ്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യണം. ഒരു പിരിമുറുക്കം ഒന്നായിട്ടൊന്ന് ഒഴിവാക്കിക്കണം. എന്തെങ്കിലും നിലക്കുള്ള ഒരു മനോഭാവം ആ രംഗത്തുണ്ടാകും. നമ്മൾ പരീക്ഷണത്തിലാണ്, നമ്മുടെ പ്രസ്ഥാനം പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണത്തിൽ കൂടുതൽ കക്ഷി ചേർന്ന് വിഷമകരമായൊരവസ്ഥ സൃഷ്ടിക്കുന്നതിന് പകരം വിട്ടുവീഴ്ചക്കും നേതൃത്വത്തെ അനുസരിക്കലും ആദർശപരമായ കാര്യങ്ങളിൽ നിഷ്ഠ പാലിക്കുകയും ആ കാര്യങ്ങളിലുള്ള വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായി ചർച്ച ചെയ്യപ്പെടാൻ അതിനെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സ്വീകരിക്കണം. മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംഘടനാപരമായ ചില അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ ഇത് ഇങ്ങനെ നേതൃത്വം ചെയ്തതാണ്. അദ്ദേഹം പല സന്ദർഭങ്ങളിലും ആവേശത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ പാളിച്ചകൾ സംഭവിക്കുന്നു. ആ പാളിച്ചകൾ സ്വാഭാവികമായി നമ്മുടെ പ്രസ്ഥാന രംഗത്ത് അപകടങ്ങൾ സൃഷ്ടിക്കുകയും മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നാം കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. സ്വാഭാവികമായി നേതൃത്വം വിളിച്ച് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ആ കാര്യങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മുജാഹിദ് മാത്രമല്ല, ഞങ്ങളെല്ലാവരും അതിന് വിധേയരാണ്. ആ നിലക്ക് ഉള്ള ഒരു വിശദീകരണം ചോദിക്കലാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അത് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ അതിനെ സംബന്ധിച്ചൊരു വിവാദവും ഇവിടെ ചർച്ചയും അങ്ങോട്ട് വിവരമറിയിക്കലും ഇങ്ങോട്ട് വിവരമറിയിക്കലും ഒന്നും ആവശ്യമില്ല. അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ സംബന്ധിച്ച് സലഫി ഇവിടെ പറയും. ഇപ്പോൾ ഈ 2 ദിവസം സജീവമായ വിവിധ ഘട്ടങ്ങളിലെ സജീവമായ സംഘടനാ ചർച്ചകളിലാണ് നമ്മൾ പങ്കെടുത്തത്. ഇനിയും അത് തുടരാം. ഇപ്പം ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഇവിടുത്തെ ഖത്തർ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഒരു ആവശ്യം വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളും ഇവിടെ വരാനും എന്ന് കൂടിച്ചേർന്ന് ആ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനും നമുക്ക് അവസരമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞങ്ങളതിന് തയ്യാറാണ്. അല്ലാഹു തആല നമ്മുടെ മനസ്സുകളെ യോജിപ്പിക്കുകയും ഈ രംഗത്ത് യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുകയും ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലും നിലക്ക് ഒരു നല്ല മനസ്സോടുകൂടെ വിമർശനങ്ങളായാലും എതിർപ്പുകളാണെങ്കിലും നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളാണെങ്കിലും അതെല്ലാം കേൾക്കാൻ പ്രവാചകനും സഹാബത്തും നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക അനുസരിച്ച് കേൾക്കാൻ തയ്യാറാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിരിമുറുക്കം ഒഴിവാക്കുക, ശരിക്കും ഒരു ശുദ്ധമായ സത്യം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ കേൾക്കാനും ചിലപ്പം യോജിപ്പില്ലാത്ത പല കാര്യങ്ങളുണ്ടാകാം. ഉപചോദ്യങ്ങൾ ചോദിക്കാം. ഇന്ന് വേറെ ഒരു പ്രശ്നവുമില്ല. ആ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ അത്തരം ദൗത്യം ഈ സംഘത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ ഞാൻ വന്നു എന്നുള്ള നിലക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ ദഅവ സെക്രട്ടറിയും വിദേശ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളമുള്ള സെക്രട്ടറിയുമായിട്ടുള്ള സലഫിയെ ഇത് ഏൽപ്പിച്ചു എടുത്തുകൊണ്ട് എനിക്ക് നിങ്ങൾ വിട നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ. നമ്മുടെ നേതാക്കളുടെ അവസ്ഥ ഇതാണ്. ഒരു യാത്ര ചെറുതാണെങ്കിലും യാത്ര പുറപ്പെടുമ്പോഴും അതേപോലെ തന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും ഇങ്ങനെയാണ്. കഴിഞ്ഞ സൗദി അറേബ്യയിലെ യാത്രയിൽ ഇതുപോലെ സ്റ്റേജിൽ സംസാരിച്ച് 1 മണിക്കൂർ സംസാരിച്ച് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. തലേ ദിവസം ഒരു നിമിഷം പോലും കണ്ണ് അടക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇതുപോലുള്ള അവസ്ഥകൾ എന്തിനു വേണ്ടിയാണ്? പക്ഷെ ഒരു സങ്കടകരമായൊരു കാര്യം, ചെറിയ പ്രശ്നങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വലുതായി പോവുകയും അതിൽ നമ്മളൊക്കെ മാനസികമായി വിഷമിക്കുകയും ചെയ്യുന്നതാണല്ലോ എന്നത് ഓർത്തു പോവുകയാണ്. ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ വിഷയത്തിൽ പറയേണ്ട കാര്യം ടി പി പറഞ്ഞു. ഇതിലെന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ മുജാഹിദ് ബാലുശ്ശേരി വളർന്നു വരുന്ന നല്ല ഒരു വാഗ്മിയും നല്ലൊരു ദാഴിയുമാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിന് ശക്തമായ സ്വാധീനം ആളുകൾക്കിടയിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും തന്നെയാണ് ഇതുവരെ സംഘടന എല്ലാ നിലക്കും ചെയ്തിട്ടുള്ളത്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരു ശിർക്കിനെ എതിർത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുക, അങ്ങനെ വിചാരിക്കരുത്. ശിർക്കിനെ എതിർത്തതല്ല, ശിർക്കിനെ തന്നെയാണ് എല്ലാവരും എതിർക്കുന്നത്, ബിദഅത്തിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. പക്ഷേ സംഘടനാപരമായി നമ്മൾ 4 ആളുകൾ മാത്രം, വേറെ ആരെ സഹായവും നമുക്ക് വേണ്ട, വേറുള്ളവരൊക്കെ ഒന്നടങ്കം നമ്മൾ എതിർത്ത് നമുക്കെതിരിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. ഇത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന, പ്രത്യേകിച്ച് കോഴിക്കോട് പ്രദേശങ്ങളിൽ ഒരു വലിയ ആവേശമായിരുന്നു KMK ദേവർശ്വല. KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിപ്പുള്ള കാലത്ത് അദ്ദേഹത്തിനെതിരിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് ആലുവായിൽ ഉണ്ടായിരുന്ന മുജാഹിദ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന, പേര് മുജാഹിദ് അല്ല, പക്ഷെ മുജാഹിദ് അബ്ദുറഹ്മാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ അന്ന് സംഘടനാപരമായി ഇറാഖ് കുവൈത്ത് പ്രശ്നമാണ്. ആ സമയത്താണ് നമ്മൾ സംഘടന അത്തരം കാര്യത്തിൽ ഒരു നിലപാടെടുത്ത്, ആദ്യത്തിൽ എല്ലാവരും എതിരാ, നമ്മൾ മാത്രമാണ് എടുത്തത്. പക്ഷെ വഴിയെ എല്ലാവരും നമ്മളെ വഴിയാണ് ശരി എന്നുള്ളിടത്തേക്ക് എത്തി. അതിൽ അനാവശ്യമായി സംഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയിട്ട് ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോൾ ഉമർ മൗലവി തന്നെ സംഘടനയിൽ സാരഥ്യം വഹിച്ചിടത്ത് നിന്ന് മാറി നിന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ സംഘടന എന്നുള്ള നിലക്ക് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ബോധ്യമാണ്. മാറി നിന്നു എന്നല്ലാതെ പിന്നെ അദ്ദേഹം സംഘടനയ്ക്കെതിരിലോ, ഇന്നലെ TP പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വിരലനക്കിയാൽ ഓടിച്ചെല്ലാൻ മാത്രമാണ് കേരളത്തിലുള്ള മുജാഹിദീങ്ങൾ. അത്ര മൗലവിയുമായി ആത്മീയമായ ബന്ധം, ആത്മീയ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിലല്ല, ഒരു ഹൃദ്യമായ സ്നേഹത്തോടുകൂടെയുള്ള ബന്ധമുള്ളതാണ്. പക്ഷെ മൗലവി ആ സ്ഥാനത്ത്, ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി എഴുതി കൊടുത്തുകൊണ്ട് മൗലവി ഈ ജമിയത്തിനും KNM-നും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് മരിക്കുന്നത് വരെ കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതാദ്യമായിട്ടുള്ള ഒന്നല്ല. അപ്പൊ ഇതിന് വ്യക്തമായ കാരണങ്ങൾ സംഘടന എന്നുള്ള നിലക്ക് സംഘടനയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. ഇതിനു മുമ്പും ഇതുപോലെ വിളിക്കുകയും അതേപോലെ തന്നെ ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ സംഘടനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇത്. ഉടനെ തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, ബന്ധപ്പെട്ട ആള് മുജാഹിദിന് ഇത് കയ്യിൽ കിട്ടിയ അന്ന് ഒരു പരിപാടി കഴിഞ്ഞു പോകുമ്പോഴാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിറ്റേ ദിവസവും പരിപാടിയുണ്ട്. പിറ്റേ ദിവസത്തെ പരിപാടി സ്ഥലത്ത് പോയിട്ടുണ്ട്. പ്രസംഗിക്കാതെ തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് തന്നെ TP-യെ വിളിച്ചു, AP-യെ വിളിച്ചു, മദനിയെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു, അവർ പറഞ്ഞു. ആ നിലക്കാണ് സംഗതികൾ മുന്നോട്ട് പോകുന്നത്. ആ വിഷയത്തിൽ സംഘടനാപരമായ ഒരു തീരുമാനം അതിലെടുക്കും. നിങ്ങൾ അതിൽ തെറ്റിദ്ധരിക്കരുത്. ഇത് ശിർക്കിനെ എതിർത്തതുകൊണ്ടല്ല, പാണക്കാട്ട തങ്ങൾ ചെയ്യുന്ന കാര്യത്തെ എതിർക്കണ്ടേ.
പക്ഷെ പാണക്കാട്ടത്തങ്ങൾ കാഫറാണെന്നോ മുശ്രിക്കാണെന്നോ, അതല്ലെങ്കിൽ മഞ്ഞളാംകുഴി അലി കാഫറാണെന്നോ മുശ്രിക്കാണെന്നോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി കാഫറാണെന്നോ മുശ്രിക്കാണെന്നോ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഇന്ന ആള് കാഫിർ മുശ്രിക് എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ സന്ദർഭവും അതിനോട് അനുബന്ധിച്ച് സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള കത്തുകളും പരാതികളും ഇതിനു മുമ്പ് തുടർച്ചയായി സംഘടനയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ സംഘടനാപരമായ നമ്മുടെ അവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ലാതെ ആർക്കും ഇതിന്റെ പേരിൽ ഇപ്പൊ അങ്ങനെയൊരു പ്രചരണമുണ്ട്. മഞ്ഞളാംകുഴി മത്സരിച്ചത് മങ്കടയിലാണ്, അടുത്ത പ്രാവശ്യം ടിപിക്ക് അത് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരെ മനുഷ്യന്മാർ ഒരു നിലവാരമില്ലാത്ത സംസാരം. നിങ്ങൾക്കറിയാം, ഈ ടി പി അബ്ദുൽ മദനിക്ക് എത്രയോ ഈ ആക്ഷേപം പറഞ്ഞ ആള് ജനിക്കുന്നതിന് മുമ്പ് തിരൂരങ്ങാടി മണ്ഡലത്തില് MLA, മുസ്ലിം ലീഗിന്റെ MLA ആവാൻ മത്സരിക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ട ആളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായി എത്രയോ കാലം നിന്ന ആളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്തു കൊടുത്തിട്ട് വേണ്ട ഒരാവശ്യം അദ്ദേഹത്തിനില്ല. ആർക്കും ഇതുകൊണ്ട് ഒന്നും നേടാനല്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ ശിർക്കിനെ എതിർത്തത് കൊണ്ടല്ല. നമ്മൾ സാധാരണ ഇതിന് വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കുമുള്ള രീതികളും മര്യാദകളും ശൈലികളും ഒക്കെയുണ്ട്. ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലർക്കത് അല്പം ഒരു നിയന്ത്രണം വിട്ടു പോകും, സ്വാഭാവികമാണ്. അത് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്യും. ഇപ്പൊ ഈ വിഷയത്തിൽ നമുക്കൊന്ന് ബോധ്യപ്പെടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് ദഅവത്ത് മുടക്കലുമല്ല. അതേപോലെ തന്നെ ഒരാളെ ഇത്ര അങ്ങേയറ്റം പ്രസംഗിക്കുന്ന ഒരാളെ തടഞ്ഞു വെച്ചിട്ട് എന്താണ് ഇനിയിപ്പോ സംഘടനാപരമായി ടിപിക്ക് ഇനി ഇതിനേക്കാൾ എന്തെങ്കിലും കിട്ടാനുണ്ടോ, എപിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? പിന്നെ മുജാഹിദിനോട് അസൂയ വെക്കേണ്ട തരത്തിൽ ഒരു കാലത്ത് മുജാഹിദിനേക്കാളൊക്കെ തീപ്പൊരി പ്രസംഗം നടത്തിയിരുന്ന ആളാണ് ടിപി. ഇന്നും ടിപിയുടെ ആ പ്രസംഗവും അറിവും ആ വൈഭവവും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എപി ശാരീരികമായ അസുഖം കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രസംഗിക്കാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നിലക്കും അങ്ങനെ ഒരു അസൂയപ്പെടേണ്ട കാര്യം അവർക്കൊന്നും ഇല്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മളെ കൂട്ടത്തിലേക്ക് പുതിയ ആളുകൾ വളർന്നു വരുന്നതും കടന്നു വരുന്നതും ആവേശത്തോടുകൂടി കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് നീങ്ങുന്നത്. പിന്നെ ഇനി ഒരാൾക്ക് ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് കൂടുതൽ പറയിപ്പിക്കാതിരിക്കലാണ് നല്ലത്. ഒരു ദോഷമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ചെയ്യൂല. നേരെ മറിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ കുറ്റെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും സംഘടനാപരമായി അത്തരം സംസാരങ്ങൾ ദോഷം വരുത്തുന്നതാണ്. ഇതുപോലത്തെ ആദ്യത്തേതല്ല, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സംഘടനാ നേതൃത്വം കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്താണെങ്കിലും അതിൻ്റെതായ ഒരു സമയം, ഇപ്പൊ ചിലർ 6 മാസത്തിന് 3 മാസം അതൊന്നും ആ കത്തിൽ എഴുതിയിട്ടില്ല. അത് ന്യായമായ രൂപത്തിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി. ഇതുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം, ഈ ആദർശ പ്രബോധനം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെവിടെങ്കിലും ഒരാളോ രണ്ടാളോ തൗഹീദ് വന്നു അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം നടക്കുന്നത് എന്നുള്ളത്? ഒരിക്കലുമല്ല. ഇതിന് ഒരുപാട് അള്ളാന്റെ തൗഫീഖ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മറ്റുള്ളവരുടെ സഹായവും സഹകരണവും നമുക്ക് ആവശ്യം. പാലക്കാട് നമ്മളെ സമ്മേളനം നടന്നത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സഹായം കൊണ്ടാണ്. ആ പാർട്ടികളെ അവരെ അങ്ങേയറ്റം നിശിതമായി വിമർശിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരും ചിലപ്പോൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാണക്കാട്ട് തങ്ങളോ അതുപോലെ ലീഗിലിന്റെ നേതാക്കന്മാരോ മന്ത്രിമാരോ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ മുശ്രിക്കാക്കാനും അയാളെ കാഫറാക്കാനും പോകേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതാണ് നമുക്ക് പറയേണ്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി. രാഷ്ട്രീയമായി അവരുടെ കൂടെയും പിന്നിലും നിന്നുകൊണ്ട് നമ്മുടെ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
തന്നെ ജമാഅത്തുകാർ ചോദിക്കുക, എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അവരെ പിന്നിലും മതപരമായിട്ട് ഇവരെ പിന്നിലും നിൽക്കുന്നത്? ഈ ചോദ്യത്തിനൊക്കെ ഇതൊക്കെ കേട്ട് മറുപടി പറഞ്ഞ് അരാഷ്ട്രീയവാദം ജമാഅത്തുകാരെ പോലെ പാടില്ല എന്ന് വിചാരിച്ച ആളുകളാണ് നമ്മൾ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളും നമ്മളിപ്പോ തിരുവനന്തപുരത്തെ സലഫി സെന്റർ എങ്ങനെ ഉണ്ടായതാണ് അത് നിങ്ങൾക്ക് അറിയാവോ? ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ ദിവസവും അന്ന് AP അലി അബ്ദുൽ റസാഖ് മൗലവി ഇവരൊക്കെ തുടങ്ങിയ നമ്മുടെ നേതാക്കന്മാർ ചെന്ന് അയാൾ ഫോൺ ചെയ്ത് പറയും, ഇവരണ്ട് വരുന്നുണ്ട്, കാര്യമായിട്ട് സഹായിക്കണം, ഇവിടെ നിസ്കരിക്കാനൊരു സൗകര്യം വേണം. ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അത് നിർമ്മാണത്തിന്റെ സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഇവരെ സഹായം. ഇവർക്ക് എന്തിനാണ് ഈ തൗഹീദ് പറയുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കി തരേണ്ട കാര്യം? വല്ല ആവശ്യമുണ്ടോ? ഇതുപോലെ നമ്മുടെ സമ്മേളനങ്ങൾക്ക്, നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഒരു മൈക്കിന്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളും മടവൂരികളും തമ്മിലുള്ള തർക്കങ്ങളിലും ഇതിലൊക്കെ ഇപ്പൊ അടുത്ത് നടന്നൊരു സംഭവം ഞാൻ പറയാം. വണ്ടൂര് സലഫി മഹല്ലാണ്. അവിടുത്തെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ മുഴുവൻ മടവൂരികളുടെ കയ്യിലാണ്. നമ്മുടെ പ്രവർത്തകന്മാർ നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടു. അത് വളരെ സ്വകാര്യമായി അവർ കരുക്കളൊക്കെ നീക്കി അനുകൂലമായ ഒരു വിധിയുണ്ടായി. അതിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നമുക്കെതിരിൽ വിധി വന്നു. എതിരിൽ വിധി വന്നിട്ട് അപ്പൊ അവരെ കൂട്ടി ഞാൻ AP-യും TP-യും അരീക്കോട് MSM-ന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ വരേണ്ടതുണ്ട്. ആ സമയത്ത് അവിടെ സ്റ്റേജിലിരുന്ന് ഈ ഫയല് അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്ത് ഞാനത് ശരിയാക്കി തരാം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ആ വാക്ക് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. പക്ഷേ നമ്മളെ ആളുകൾ ഉറങ്ങാതെ പണിയെടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ തന്നെ, കാരണം സ്കൂളിൻ്റെത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത്. മറ്റുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടപെട്ടുകൊണ്ടാണ് രജിസ്ട്രേഷൻ വകുപ്പെന്ന്. പൂർണ്ണമായി അതിന്റെ വിധി ഇന്ന് നമ്മുടെ കയ്യിൽ. ഞാൻ പോരിനന്ന് എന്റെ കയ്യിൽ അതിന്റെ പകർപ്പ് അവിടുത്തെ ഒരു പ്രവർത്തകൻ കൊണ്ടുവന്ന് തന്നു. ഇതിനൊക്കെ ഒരു വയല് പറയണമെങ്കിൽ മൈക്ക് പെർമിഷൻ മുതൽക്ക്, അതേപോലെ തന്നെ ഒരു സമ്മേളനത്തിന്റെ കാര്യം, നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യം, നമുക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാക്കളും അവരുടെ സഹായം നമുക്ക് അനിവാര്യ. ഇവരെയൊക്കെ ശത്രുക്കളായി നമ്മളൊരു വാക്കുകൊണ്ടോ ഒരു പ്രഭാഷണം കൊണ്ടോ നമ്മുടെ ശത്രുക്കളായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ഈ സംഘടന ഒരു ബഹുമത സമൂഹത്തിൽ ഇവരൊക്കെയാണല്ലോ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ തൗഫീഖിന്റെ പുറമെ ഇത്തരത്തിലുള്ള സബബുകളും വേണമല്ലോ. അതിനാൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾക്കും സഹായകമായിട്ടുള്ള ഇത്തരം സഹായങ്ങൾ ലഭിക്കുന്ന ആളുകളെ നേർക്ക് നേരെ വിമർശനമല്ല, നേരെ മറിച്ച് അത് നിങ്ങൾക്കറിയാലോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ട് നമുക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. മഞ്ഞളാംകുഴി അലി അദ്ദേഹം ആരോ ആകട്ടെ, അയാൾ ഒരു വ്യക്തിനെ പേര് പറയാതെ ആരാന്ന് നിങ്ങൾക്കറിയാലോ, ഇന്ന ആള് എന്നുള്ള നിലക്ക് കേൾക്കുന്നവർക്കൊക്കെ ഇന്ന ആളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക്, ആ പാർട്ടിയുടെ നേതാക്കൾക്ക് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവർ അതേ ഗൗരവത്തിൽ ഉയർന്ന നേതാക്കളും സാധാരണ പ്രവർത്തകരും നേരിട്ടും അതേപോലെ കത്ത് മുഖേനയും ഇത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യത്തിൽ മതപരമായിട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഇന്നാള് കാഫറാണ്, ഇന്നാള് മുശ്രിക്കാണ്, നമുക്ക് പറയാൻ പാടില്ല. അത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ അങ്ങനെ വന്നു എന്നുള്ള നിലക്ക് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ രീതിയിലാണ് ആ സംസാരവും, അതാണ് അവർക്കുള്ള പ്രശ്നവും. അതല്ലാത്ത നിലയ്ക്ക് നമ്മൾ ആരെങ്കിലും പാണക്കാട്ട തങ്ങളെ വിശ്വാസം ശരിയാന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് വിശ്വസിക്കോ? ഇല്ല. അതാണ് ഇതിലുള്ള വിഷയം. ഇത് നമ്മൾ ഈ സന്ദർഭത്തിൽ മതപരമായൊരു വിധി മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ കുഫർ കൊണ്ട് തഅയീൻ ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം ഇപ്പൊ ഞാൻ പറയാം, ഏതെങ്കിലും ഒരു എക്സ് അയാൾ കാഫറാണ്, കാരണം അയാൾ ഒറ്റ നേരം നിസ്കരിക്കുന്നത് കാണുന്നില്ല, അതേപോലെ തന്നെ ദീനിയായ ചിട്ടകളൊന്നും ആചരിക്കണില്ല. പക്ഷെ ഇയാൾ കാഫറാന്ന് ഞാൻ പറയാൻ പാടില്ല. ഇന്ന പ്രവർത്തി കുഫറാണ്, അത് ചെയ്യുന്നവൻ കാഫറാന്ന് പറയാം. പക്ഷെ ഇന്ന വ്യക്തി കാഫറാന്ന് പറയാൻ പാടില്ല. എന്താ വ്യത്യാസം? ഈ മനുഷ്യൻ അയാൾ മരിക്കുമ്പോൾ എങ്ങനെയാണ് മരിച്ചു പോകുന്നത് ഒരാൾക്കും മുൻകൂട്ടി പറയാൻ കഴിയാത്ത കാര്യം. അതാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വ്യക്തമായി ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ മറ്റോ കാഫറാന്ന് പറഞ്ഞ, എന്താ ഇപ്പം മുശ്രിക്കാന്ന് പറഞ്ഞ,
അങ്ങനെ കുറെ മുശ്രിക്കും കുറെ കാഫറും ഇല്ലേ, നമ്മളൊക്കെ മറച്ചു വെക്കണോ മൂടി വെക്കണോ എന്ന് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും നമ്മളെ മനസ്സിലും ചിന്തയിലും വരും. ഒരു വ്യക്തിയെയും കാഫർ മുശ്രിക് എന്ന് നമ്മൾ തഅയീൻ ചെയ്ത് പറയാൻ പാടില്ല എന്നുള്ളതൊന്ന്. രണ്ട്, നമ്മൾ ഇവിടെ എതിരാളികളോട് പോലും നമ്മൾ വിമർശിക്കുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ചില മര്യാദകളും മര്യാദകളും രീതികളും ഒക്കെയുണ്ട്. നമുക്ക് ന്യായീകരിച്ച് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശൈലികളും ഇതും നമ്മൾ പൊതുവെ ഉപേക്ഷിക്കേണ്ടതാണ്. സാധാരണ പ്രവർത്തകരാണെങ്കിലും ഞങ്ങളെപ്പോലത്തെ ദായിമാരാണെങ്കിലും ഒക്കെ അത് ബാധകമാണ്. മൂന്നാമത്തെ ഒരു സംഗതി, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിൻബലവും സഹായവും നൽകുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങളോടും ഇവിടുത്തെ മറ്റുള്ള പാർട്ടികളോടും നമ്മൾ ആ ഒരു നിലപാടാണ് സ്വീകരിച്ച് വരുന്നത്. കമ്മ്യൂണിസം ശരിയാണെന്നോ അതല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളും അനാചാരങ്ങളും ശരിയാണെന്നോ ഒരിക്കലും ഒരു മുജാഹിദും പറയില്ല. പക്ഷെ വെറുതെ ആ പാർട്ടി ഈ പാർട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോകുന്നത് അവർക്ക് നമ്മളോട് എതിർപ്പുണ്ടാക്കാനല്ലാതെ നമുക്ക് ഒരു ഗുണവും അതിലുണ്ടാവില്ല. ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ സംഘടനയുടെ മുതിർന്ന നേതൃത്വം ചിന്തിച്ച് അവർക്ക് സംഘടനയ്ക്ക് വേണ്ടി, സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടി ഉചിതമാണെന്ന് തോന്നിയ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ ബന്ധപ്പെട്ട ആൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ അദ്ദേഹം അതനുസരിച്ച് നിൽക്കുന്നത്. അതല്ലാതെ ശിർക്കിനെ എതിർക്കാത്തവരാണ് ബാക്കിയുള്ളവരെന്നോ ബിദ്അത്തിനെ എതിർക്കാത്തവരാണ് ബാക്കിയുള്ളവരെന്നോ ഒന്നും വിചാരിക്കരുത്. അത് എതിർക്കാൻ പാടില്ലെന്നാണ് നിലപാടെന്ന് അതും വിചാരിക്കരുത്. ഇതിൽ ഇത്ര മാത്രമേയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷജീർ. ഇപ്പോൾ അടുത്തയിടെ കേൾക്കാനുണ്ടായി, നമ്മുടെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഷിർക്ക് പ്രചരിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ തന്നെ പല പണ്ഡിതന്മാരെ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ കേൾക്കാനിടയുണ്ടായി. ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഏത് പണ്ഡിതന്മാർ എന്ത് തരം ഷിർക്കാണ് പ്രചരിപ്പിക്കുന്നത്? കാരണം അതൊന്നും അറിയണം, അതിലൊരു വ്യക്തത വേണം. കാരണം ഇതാണ് നമ്മുടെ സലഫി പ്രവർത്തകന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു കാര്യം. കാരണം ഒരു കൂട്ടർ പറയുന്നു അവർ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഷിർക്കിലേക്കുള്ള വഴി അവർ തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകരുടെ ഇടയിൽ വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പ്രവർത്തകന്മാരുടെ ഇടയിൽ ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു വിഷയമാണ് ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. ചില ആളുകൾ ആ വിവാദത്തിൽ ഒരടിസ്ഥാനവുമില്ല, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്, ശിർക്കല്ല എന്ന വാദം ആർക്കുമില്ല. നാൽപ്പത് 62 47 നമ്പർ വണ്ടി നോ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട്. ഏതാ വണ്ടി? നിസാൻ. അതൊന്ന് മാറ്റിയിടണം. 40 62 47. അപ്പോൾ ഈ വിഷയം ഇന്നലെ കൗൺസിൽ പങ്കെടുത്ത ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. എന്നാലും അതിൽ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകാം. എന്ന നിലയിൽ ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ വിഷയം ആരംഭിക്കുന്നത് 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന നമ്മുടെ പണ്ഡിതൻ ഒരു ലേഖനം എഴുതിയതോടുകൂടിയാണ്. ആ ലേഖനത്തിലുള്ള ഒരു പാരഗ്രാഫ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മറ്റെല്ലാ വിരോധങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഞാൻ പറയുന്ന ഈ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മിൽ പലരും മുജാഹിദുകളായി വന്ന ആളുകളാണ്. മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച ആളുകളായി കൊള്ളണമെന്നില്ല. മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട്, മുജാഹിദ് പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ വായിച്ച്, ഉമർ മൗലവിയെ പോലെയുള്ള, അതേപോലെ സെയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേട്ട് മുജാഹിദായ കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ചിലരൊന്നും ഉമർ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സെയ്ദ് മൗലവിയുടെയോ NP അബ്ദുൽ ഖാദർ മൗലവിയുടെയോ ഒന്നും പ്രസംഗം കേട്ടിട്ടുണ്ടാവില്ല. ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ പ്രസംഗങ്ങൾ കേട്ട ആളുകളാകാം. എന്നാലും നാം അങ്ങനെ തൗഹീദ് മനസ്സിലാക്കിയ ആളുകളാണ്. ആ തൗഹീദ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ വായിക്കുന്ന വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന. ഒരാള് രാത്രിയിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്നു, അയാളുടെ കയ്യിൽ വെളിച്ചമില്ല, അയാൾ ഒരു ശബ്ദം കേൾക്കുന്നു, അത് ജിന്നാണ് എന്ന് വിചാരിച്ചിട്ട് ജിന്നെ എനിക്ക് വെളിച്ചം തരുമോ, ജിന്നെ എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല, അഭൗതികമല്ല, പ്രാർത്ഥനയല്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയപ്പോഴാണ്, ഇത് പുറത്തു വന്ന ഉടൻ തന്നെ ഹുസൈൻ സലഫിയും അനസ് മൗലവിയും അതേപോലെ തന്നെ നാണി ഹാജി, എരഞ്ഞിക്കൽ അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയവർ ജബ്ബാർ മൗലവിയെ സമീപിച്ച് ഇത് തിരുത്തണം എന്നാവശ്യപ്പെട്ടത്. ഇവിടെ നമ്മൾ ഈ വാദം നമ്മളുടെ മനസ്സിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, യാ ഇബാദല്ലാ അഈനൂനി എന്ന ഒരു ഹദീസ്, ദുർബലമായ ഒരു ഹദീസ് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മൗലവി ഇത് എഴുതിയത് എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മിൽ പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് വിഷയം രണ്ടും രണ്ടാണ്. യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട ചർച്ചയും വേറെ, ജബ്ബാർ മൗലവിയുടെ വാദം വേറെ. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇത് രണ്ടും കൂട്ടിക്കുഴക്കാനുള്ള ഒരു ശ്രമം ചിലരൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലും ജബ്ബാർ മൗലവിയുടെ ഒരു 2 മണിക്കൂർ പ്രസംഗത്തിന്റെ CD വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെറ്റിലുണ്ടത്, നമുക്ക് ആ യൂട്യൂബിലൊക്കെ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ എന്റെ പേരിൽ നുണ പറയുകയാണ് എന്ന് വളരെ വൈകാരികമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും, അപ്പൊ യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് എഴുതിയിരിക്കുന്നത്. പലരും അങ്ങനെ മനസ്സിലാക്കി. ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചത്. ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത് യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ചയ്ക്ക് തീരുമാനിച്ചു. അവിടെ വെച്ച് തന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു, ഇത് ഒന്നുകിൽ സക്കരിയ സലാഹി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവി അവതരിപ്പിക്കണം. സക്കരിയ സലാഹിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആ അടുത്ത ഡേറ്റിന് ഞാൻ ഉണ്ടാവില്ല, ഞാൻ വിദേശത്താവും, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കൂല എന്ന് പറഞ്ഞു. മുപ്പര് കുറച്ച് ഒരു പ്രകോപിതനായി സംസാരിച്ചു. അവസാനം കൊണ്ടോട്ടിയിലുള്ള അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ വാദപ്രതിവാദ കാസറ്റൊക്കെ കണ്ട ആളുകൾക്കറിയാം, അതിൽ കഷണ്ടിയായിട്ട് ഇരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം സംസാരിക്കുകയും ജബ്ബാർ മൗലവി അത് അവതരിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ യോഗത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി വന്നു. അദ്ദേഹത്തിന്റെ ഈ വാദം അദ്ദേഹം അവതരിപ്പിച്ചു. തെളിവുകൾ കാര്യമായൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഞാൻ യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാര് നടത്തിയ ചർച്ചകൾ ഞാനും ക്രോഡീകരിച്ചു. ജബ്ബാർ മൗലവി ഇത് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഇത് ഇതുവരെ ആർക്കും പരിചയമില്ലാത്തൊരു വാദാണ്, നമ്മൾ ആരും അംഗീകരിക്കാത്തൊരു വാദാണ്. ഞാനും പറഞ്ഞു, എന്റെ കയ്യിലുള്ള ഫയലൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സർ, ഇനി നിങ്ങളോട് തർക്കിക്കാൻ ഈ ഹദീസ് ഇതിന്റെ തെളിവൊന്നും വേണ്ട. ഞങ്ങൾ ഖുറാഫികൾക്കെതിരെ സാധാരണ ഓതുന്ന ഒറ്റ ആയത്തെ നിങ്ങൾക്കെതിരെ എനിക്ക് ഓതാനുള്ളൂ എന്ന് പറഞ്ഞു. വഖാല റബ്ബുക്കും ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന ആയത്ത് ഞാൻ ഓതി.
അത് ഓതിയിട്ട് ഞാൻ അതിന്റെ തഫ്സീറും വായിച്ചു. ഖുർത്തുബി നമ്മൾ സാധാരണ ഞാൻ ഇന്നലെയും പള്ളിയിൽ വെച്ച് വായിച്ച വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീന മിമ്മാ യഅഖിൽ, അത് ജിന്നാവട്ടെ മലക്കാവട്ടെ വലിയാകട്ടെ നബിയാകട്ടെ ശൈത്താനാകട്ടെ അവരോട് പിന്നെ ചോദിച്ചാൽ ശിർക്കാണ്, തേടിയാൽ ശിർക്കാണ്, ഇസ്തിഗാസ നടത്തിയാൽ ശിർക്കാണ് എന്ന് പറയുന്ന ആ ഭാഗവും ഞാൻ വായിച്ചു. ഞാൻ ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിൽ ഇടപെടുന്ന ആളുകളുടെ പേര് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന നിലയിലാണ്. ഞാനിത് പറഞ്ഞവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ ജബ്ബാർ മൗലവി എഴുന്നേറ്റെന്ന് ചോദിച്ചു, എന്ത് തഫ്സീർ? അങ്ങനെയൊന്നും ഒരു തഫ്സീറിലും ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന അബ്ദുറഹ്മാൻ അൻസാരിയാണ്, പറപ്പൂർ. അദ്ദേഹം എന്നെ ചൊട്ടിയിട്ട് വെച്ചത്, എന്താ മൂപ്പര് ഇങ്ങനെ പറയണത്? മൂപ്പരെ കണ്ടിട്ടില്ലേ? ഞാൻ മൂപ്പരെങ്ങനെ കാണാതിരിക്കല്? മൂപ്പര് ബുക്കിൽ വരെ മൂപ്പര് എഴുതിയതാണല്ലോ, അത് മൂപ്പരെ പുസ്തകത്തിൽ മൂപ്പര് ഉദ്ധരിച്ചാണ്, നമ്മൾ ഉദ്ധരിക്കുന്നതാണ്. എന്റെ നേരെ എതിർവശത്തുള്ളത് ഈ പറഞ്ഞ കൊണ്ടോട്ടിയിലുള്ള അബ്ദുൽ ഖാദറാണ്. ഞാൻ ചോദിച്ചു ഖാദർ ഭായിയോട്, എന്താ ഖാദർ ഭായി ഇങ്ങനെ, ജബ്ബാർ മൗലവി എന്താ ഇങ്ങനെ പറയണത്? അപ്പോ അൻസാരി എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അതൊന്ന് മൗലവിക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ ഖാദർ ഭായിയുടെ കയ്യിൽ നിന്ന് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വാങ്ങി മൗലവിയുടെ അരികിലേക്ക് ചെന്നു. ഞാനിത് കൊടുത്തു. മൗലവി ഇതിങ്ങനെ പിന്നെ ആ ഇബാറത്ത് ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, ഇത് അതുമായി ബന്ധപ്പെട്ടതല്ല, ഇത് സഹായം തേടുന്നതിനെ എതിർക്കുന്നതല്ല. പിന്നെയോ ഈ ജിന്നിനോട് ജിന്നിനോട് മലക്കിനോട് നബിയോട് ശൈത്താനോട് എന്നൊക്കെ പറഞ്ഞത് പരലോകത്ത് ശിർക്കിനെ നിഷേധിക്കുന്നതിന് മാത്രം ബാധകാണ്, അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഇസ്തിഗാസ നടത്തുന്നതുമായി സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഫൈസൽ മുസ്ലിയാർ എഴുന്നേറ്റ് ചോദിച്ചു, അല്ല സർ നിങ്ങൾ എന്തായി പറയണത്? പരലോകത്ത് ശിർക്കിനെ നിഷേധിക്കുന്നു പറയണത് എന്തുകൊണ്ടാ? ഇവിടെ ശിർക്ക് ഉണ്ടാകണോണ്ടല്ലേ. ഇവിടെ ശിർക്ക് ഇല്ലെങ്കിൽ പരലോകത്ത് ശിർക്കിനെ നിഷേധിക്കണോ? ആ ശിർക്ക് ഇസ്തിഗാസയല്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഇത് അന്ന് നടന്ന ഒരു ചർച്ചയാണ്. ഞാൻ പറഞ്ഞത് ഈ ആഇബാദല്ലാ ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ജബ്ബാർ മൗലവിയുടെ ഈ വാദം. ജബ്ബാർ മൗലവിയുടെ വാദം എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോ അദ്ദേഹത്തിനെതിരെ നടപടി വരികയും ജമിയത്തുൽ ഉലമ ഈ ഫത്വ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തപ്പോ അദ്ദേഹം പുറത്തിറക്കിയ ഒരു ലേഖനം ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. ജിന്ന് പുതിയ വിജ്ഞാപനവുമായി പണ്ഡിത സഭ എന്ന് പറഞ്ഞിട്ട് PAJ തുറക്കൽ, പി അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എന്നതാണ് PAJ തുറക്കൽ. അദ്ദേഹം ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയാൻ, പരിസരം ശൂന്യം, സമീപത്തൊന്നും ആരെയും കാണുന്നില്ല, തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം പുറപ്പെടുവിച്ചത് ജിന്നോ മലക്കോ ആയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ മനുഷ്യരോട് നേരിട്ട് ചോദിച്ചാൽ പ്രാർത്ഥനയാവാത്ത ഒരു കാര്യം ആ ശബ്ദത്തിന്റെ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകുമെന്ന് തെളിയിക്കാനോ സമർത്ഥിക്കാനോ പുതിയ ഫത്വക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്. ഇതാണ് ജബ്ബാർ മൗലവിയുടെ വാദത്തിന്റെ അടിസ്ഥാനം. എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഇത് വിവാദമായത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ജബ്ബാർ മൗലവിയുടെ വാദം എന്താണ്? മനുഷ്യൻ അള്ളാന്റെ സൃഷ്ടിയാണ്, ജിന്ന് അള്ളാന്റെ സൃഷ്ടിയാണ്, മലക്ക് അള്ളാന്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയോട് ചോദിച്ചാൽ ശിർക്കാവാത്ത ഒരു കാര്യം മലക്ക് എന്ന സൃഷ്ടിയോടോ ജിന്ന് എന്ന സൃഷ്ടിയോടോ ചോദിച്ചാൽ ശിർക്കാവില്ല എന്നതാണ് ജബ്ബാർ മൗലവിയുടെ വാദം. ഈ വാദം ശിർക്കാണോ അല്ലേ? ഇതാണ് ഞാൻ, നിങ്ങൾ ആരും മറുപടി അറിയാൻ വേണ്ടിയല്ല ഞാൻ പറയണത്, ചോദിക്കണത്. നമ്മളെ മനസ്സിൽ നമ്മളൊന്ന് ആലോചിച്ചു. നമ്മൾ വെള്ളത്തിൽ വീണു. ഈ വെള്ളത്തിൽ വീണ് പോകുമ്പോ കരയിലുള്ള ഒരാളോട് നിങ്ങൾ എന്നെ പിടിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല, നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന. എന്നാൽ എന്റെ കൂടെ ജിന്നുണ്ടാകും എന്ന് വിചാരിച്ച് ജിന്നെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ? ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നെ എന്നെ രക്ഷിക്കണേ, അല്ലെ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് പിടിക്കണേ എന്ന് പറഞ്ഞാലോ? അത് ശിർക്കാണ്. ഇത് ശിർക്കല്ല എന്നാണ് ജബ്ബാർ മൗലവിയുടെ വാദം. ഇത് ശിർക്കാണ് എന്നാണ് ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഈ വിഷയത്തിൽ കൂടുതലായി ആവശ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തെളിവുകൾ നമുക്ക് പിന്നീട് വായിക്കാം. ഞാൻ ഇന്നലെ കൗൺസിലുള്ള ആളുകൾ അല്ലാത്തവരുണ്ട് എന്നുള്ളത് കൊണ്ട് ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം, ആ വിശദീകരണത്തിൽ ഉദ്ധരിച്ച ഫത്വ എന്താണ്? അതിലൊരാൾ ചോദിക്കാൻ, അയാൾ താമസിക്കുന്ന നാട്ടിൽ ഈ ശിർക്ക് ബിദഅത്ത് ഇതൊക്കെ ഉണ്ട്, അങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഈ റുഖിയ ശറഇയ്യ നടത്തുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് ഫഹൽ യജൂസു ലി അൻ അസ്തഈന ബിജിന്നിയിൻ ലിഅജലി ഇഖ്റാജി സിഹ്രി, സിഹ്ർ ചെയ്ത സാധനങ്ങൾ എവിടെയാണെന്നറിയാൻ എനിക്കൊരു ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ? ഔ ആമുറുഹു അൻ യബ്ഹസ അനി തമാഇമിൽ മഖ്ഫിയ, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഈ ഉറുക്ക് ഏലസ് പോലുള്ള സംഗതികൾ എവിടെ ഉണ്ട് അത് എടുത്തുകൊണ്ടുവരാൻ ജിന്നിനോട് എനിക്ക് കൽപ്പിക്കാൻ പറ്റുമോ
ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. എന്താണ്? പ്രാർത്ഥനയാണെങ്കിൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ ഉണ്ടാകണം. ഇവിടെ ജിന്നിനോട് ഇത് പറയുമ്പോൾ എന്തില്ല? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ ഇല്ല, അങ്ങേയറ്റത്തെ കീഴ്വണക്കമൊന്നും ഇല്ല, അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല എന്ന് പറയാറുണ്ട്. എന്നാ ഇവിടെയോ? ഇവിടെ ഈ അങ്ങേയറ്റത്തെ കീഴ്വണക്കുണ്ടോ? ഇവിടെ കൽപ്പിക്കാൻ, അത് എടുത്തുകൊണ്ടുവരാൻ കൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ഷെയ്ഖ് ഇബ്നു ബാസ്, അതേപോലെ തന്നെ ബക്കർ അബൂ സെയ്ദ്, അതേപോലെ തന്നെ അബ്ദുൽ അസീസ് ആല ഷെയ്ഖ്, സാലിഹുൽ ഫൗസാൻ, അബ്ദുല്ലാഹിൽ ഖദിയാൻ, അബ്ദുറസാഖ് ഖഫീഫി എന്ന് തുടങ്ങിയ ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഫത്വ, ലജ്ന ദായിമ, സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയ ഫത്വ ഇങ്ങനെയാണ്: ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീൻ. ജിന്നിനോടോ അദൃശ്യരായവരോടോ സഹായം തേടാൻ പാടില്ല. ലി അന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല. കാരണം എന്താണ്? ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ലി അന്നൽ ഇസ്തിആന ഇബാദ. കാരണം ഇസ്തിആനത്ത് എന്ന് പറയുന്നത്, സഹായം തേടുക എന്ന് പറയുന്നത് ആരാധനയാണ്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാഹി മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം. അതുകൊണ്ട് തന്നെ ആ സഹായം തേടൽ ആരോട് പറ്റില്ല? അല്ലാഹ് അല്ലാത്ത ആരോടും പറ്റൂല. മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, വേറെ ആരാകട്ടെ, ആരോടും ചെയ്യാൻ പറ്റൂല. ഈ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ വെള്ളം ചോദിക്കുക, പൈസ ചോദിക്കുക, വാച്ച് ചോദിക്കുക, ഇതാണോ? അല്ല, അത് തേടാൻ പാടില്ല. ആരോടാ ഇത് തേടാൻ പറ്റുക? ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാലിരി മിനൽ ഇൻസി. ഇല്ലാ മഅൽ ഹയ്യിൽ ഹാലിരിൽ ഖാദിരി മിനൽ ഇൻസി. മനുഷ്യരിൽപ്പെട്ട ജീവനുള്ള, കഴിവുള്ള, ഹാജറുള്ളവരോട് ചോദിക്കാം. ഫീമാ യഖ്ദിറു അലൈഹി. അവർക്ക് കഴിവുള്ള കാര്യം ചോദിക്കാം. ആരോടെ ചോദിക്കാൻ പാടുള്ളൂ? മനുഷ്യനോടെ ചോദിക്കാൻ പാടുള്ളൂ. എല്ലാ മനുഷ്യരോടും ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഹയ്യിനോടെ ചോദിക്കാൻ പറ്റൂ, ഹാലിറിനോടെ ചോദിക്കാൻ പറ്റൂ, ഖാദിറിനോടെ ചോദിക്കാൻ പറ്റൂ. എല്ലാം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഫീമാ യഖ്ദിറു അലൈഹി. അയാൾക്ക് കഴിയുന്നതേ ചോദിക്കാൻ പറ്റുള്ളൂ. കൽ ഇസ്തിആന ബിൽ ഇൻസാനിൽ ഹയ്യിൽ ഖാദിരി ഫി സിറാഅ വൽ ബിനാഇ വ ഖിതാലിൽ അഅദാഇ. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് സഹായം തേടുന്നത് പോലെ എന്തിൽ? കൃഷിയുടെ കാര്യത്തിൽ, കെട്ടിട നിർമ്മാണം, ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കാര്യം, ഇതിലൊക്കെ സഹായം തേടുന്നത് പോലെ. അമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്മു ഹാലിരിഹിം കഗായിബിഹിം. ഫഹുക്മു ഹാലിരിഹിം കഗായിബിഹിം. ഹാജറുള്ള ജിന്നും ഹാജറില്ലാത്ത ജിന്നും എന്ന് പറഞ്ഞൊരു വിവേചനം ഈ വിഷയത്തിലില്ല. ഹാജറുള്ള ജിന്നിനോട് ചോദിക്കാൻ പറ്റൂലേ എന്ന ഒരു ചോദ്യം തന്നെ ഇതിലില്ല. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഫഹുക്മു ഹാലിരിഹിം കഗായിബിഹിം ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശ്യാഇ. ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ജിന്നുകളോട് സഹായം തേടാൻ പറ്റില്ല. ലിഖൗലില്ലാഹി അസ്സ വജല്ല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, വ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ് എന്ന ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ് എന്ന. ഇതേപോലെ മറ്റൊരു ഷെയ്ഖ് ഇബ്നു ബാസ് തന്നെ പറഞ്ഞ ഒരു ഫത്വ കൂടി. അത് രസകരമായ ഒരു ഫത്വയാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കാണ്, ഇയാളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഏർപ്പാടിനെ പറ്റി ചോദിക്കാൻ. എന്താണ്? ഇസ്തറ ഇന്ദ ബഅദിൽ അവാമി യഖൂൽ അഹദുഹും ഖബല നൗമി യാ മലായികത്തുൽ ഹഫള ഐഖിലൂനി ഫി സഅതി കദ. ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മലക്കുകളോട് പറയാ, എന്ത്? എന്നെ ഇത്ര മണിക്ക് എണീപ്പിക്കണേ. ഹഫളത്തിന്റെ മലക്കുകൾ ഉണ്ടാവുമല്ലോ നമ്മളുടെ അടുത്ത്. അപ്പൊ നമ്മളെ കാവലിന് അള്ളാഹ് ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അപ്പൊ ഈ മലക്കുകളോട് ഒരാൾ പറയാണ്, മലക്കെ എനിക്ക് സാധാരണ ഇന്ന് വ്യത്യസ്ത 4 മണിക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ 2 മണിക്ക് പ്രത്യേക എയർപോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്, ഒന്ന് എണീപ്പിക്കണേ എന്ന് മലക്കിനോട് പറയാൻ. ഇത് മനുഷ്യനോട് പറഞ്ഞാൽ ശിർക്കാണോ? നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയുന്നു, നമ്മൾ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോഴാ ഇന്നിപ്പോ പോകാൻ ലേറ്റായി, എനിക്ക് രാവിലെ 2 മണിക്ക് ഉറക്കലാണ്, ഇത് ഒന്ന് അലാറം വെച്ചിട്ട് ഇന്നെ ഒന്ന് ഉണർത്താനായി, ചിലപ്പോൾ എന്നോട് ഉറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. ഇതേ കാര്യം മലക്കിനോട് പറഞ്ഞാലോ? ഇവിടെ സുന്നികൾ പറയുന്നത് പോലെ അത് പ്രാർത്ഥനയാകണമെങ്കിൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കേണ്ട കാര്യമുണ്ടോ? മലക്കിനോട് ഇത് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു, ഹാദാ ലാ യജൂസ്. ഇത് അനുവദനീയമല്ല. ബൽ ഹുവ മിന ശിർക്കിൽ അക്ബർ. ഇത് വലിയ ശിർക്കിൽപ്പെട്ടതാണ്. ഇത് വലിയ ശിർക്കിൽപ്പെട്ടതാണ്. വ തലബു മിനൽ ഗായിബ് ലിഅന്നഹു ദുആഉ ലിഗൈരില്ലാഹ്.
കാരണം ഇത് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. വത്വലബും മിനൽ ഗായിബി, അദൃശ്യരിൽ നിന്നുള്ള സഹായം തേടലാണ്. ഫഹുവ കത്വലബി മിനൽ ജിന്നി വൽ അസ്നാമി വൽ അംവാതി, അത് മരിച്ചവരോട് തേടും പോലെയാണ്, വിഗ്രഹത്തോട് തേടും പോലെയാണ്, ജിന്നിനോട് തേടും പോലെയാണ്, ശിർക്കാണ് എന്ന് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ നൽകിയ ഫത്വ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് ജിന്നിനോട് അല്ലെങ്കിൽ മലക്കിനോട് ഞങ്ങളെ ഉണർത്തണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി ഞാൻ പറയട്ടെ. മലക്കുകളെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നില്ലേ വിശ്വാസികൾക്ക് വേണ്ടി? ഉണ്ടല്ലോ. ഈ പൊറുക്കലിനെ തേടുന്ന മലക്കുകളോട്, മലക്കുകളെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പൊറുക്കലിനെ തേടണേ എന്നീ മലക്കുകളോട് പറയാൻ പറ്റുമോ? മലക്കുകൾ ഇത് കേൾക്കുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ അടുത്തുള്ള മലക്കുകളെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്? ഇല്ല, അത് ശിർക്കാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ വിവാദം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജമിയത്തുൽ ഉലമ ഈ വിഷയം വിശദീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. ചിലര് പറയാറുള്ള, ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറയാറുള്ള ഒരു ന്യായം എന്താ, ഇത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാണെങ്കിൽ എന്തു വേണം? അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ വേണം. അതേപോലെ തന്നെ ആ മനസ്സിൽ ഇബാദത്ത് ഇലാഹാണ് എന്നുള്ള വിശ്വാസം വേണം എന്നൊക്കെ പണ്ട് സുന്നികള് അവര് മഹാന്മാരോട് നിങ്ങൾ വിളിച്ചു തേടല് ശിർക്കാണ് എന്ന് പറയുമ്പോ പറഞ്ഞ ന്യായങ്ങൾ എന്താ? ശിർക്കല്ല എന്നുള്ളതിന്, മൊയ്തീൻ ഷേഖ് ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മൊയ്തീൻ ഷേഖിന് അള്ള കൊടുക്കാത്ത കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അള്ള കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നൊക്കെയല്ലേ ഒരു പറഞ്ഞത്. അതേ ന്യായം നമ്മളുടെ ആളുകൾ പോലും പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇന്നലെ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് എപ്പോഴാണ് ഒരു അപേക്ഷ പ്രാർത്ഥനയാകുന്നത്? ഉമർ മൗലവിയുടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു CD ഒരുപക്ഷെ നമ്മുടെ CD കൗണ്ടറിൽ ഉണ്ടാകും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജിദ്ദയിൽ വെച്ച് നടത്തിയ നെറ്റിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു CD. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ അപേക്ഷ പ്രാർത്ഥനയാകുന്നത്. അദ്ദേഹം പറയാണ്, നമ്മൾ ഒരാളോട് അപേക്ഷിക്കുന്നു, ഈ അപേക്ഷ ഞാൻ ആരോടാണോ അപേക്ഷിക്കുന്നത് അയാൾ എങ്ങനെയാ കേൾക്കുന്നത്, അയാൾ എതെങ്ങനെയാ അറിയുന്നത്, അയാൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്ന് കൃത്യമായി എനിക്ക് അറിയാം. അയാൾ എങ്ങനെയാണ് എനിക്ക് മറുപടി നൽകുന്നത്, അയാളുടെ ഉത്തരം എനിക്കെങ്ങനെയാ ലഭിക്കുന്നത്, അയാളുടെ സഹായം എനിക്കെങ്ങനെയാ ലഭിക്കുന്നത്, അതെനിക്കറിയാം. അതാണ് മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്നത് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ അറിയുമെങ്കിൽ അത് അപേക്ഷയാണ്, പ്രാർത്ഥനയല്ല. ഇത് ഉമർ മൗലവി പറഞ്ഞത് ആദ്യമൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷേ അത് ഉമർ മൗലവിയുടെ ഒരു വ്യാഖ്യാനമായിട്ടായിരുന്നു അന്നൊക്കെ നമ്മൾ വിചാരിച്ചു. നമ്മളത് പറയും, ഉമർ മൗലവി പറഞ്ഞതാണ്, അതാണ് ശരി എന്നതുകൊണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ അത് ഉമർ മൗലവിയുടെ മാത്രം വീക്ഷണമല്ല എന്ന് പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ വളരെ കൃത്യമായിട്ട് പറയാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് ആവശ്യപ്പെടാം, എന്റെ വണ്ടി നന്നാക്കിത്താ, എനിക്ക് കടന്താ, അല്ലെങ്കിൽ നിങ്ങളെ ആളുകളൊക്കെ എന്നെ ആക്രമിക്കാൻ വരുന്നു, നിങ്ങൾ അവരോടൊന്ന് അവരെ ഒന്ന് തടഞ്ഞു നിർത്ത് എന്നൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാം. ഇതൊക്കെ എന്താണ്? അശൈഉൽ മുഅ്താദ്. ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഗതിയാണ്, സാധാരണഗതിയിൽ നടക്കുന്ന സംഗതിയാണ്. അത് നിങ്ങൾക്ക് തേടാം, ഒരു കുഴപ്പമില്ല. എന്നാൽ ഇന്നമ ശിർക്ക് ത്വലബുൽ അംവാത്തി, മരിച്ചവരോട് തേടല്, അതേപോലെ മരിച്ചവരോട് ഇസ്തിഗാസ, ഇതൊക്കെയാണ് അത് ശിർക്കായി മാറുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത് കാര്യകാരണ ബന്ധത്തിന് അതീതമാകുന്നത്, കാര്യകാരണ ബന്ധത്തിന് അധീനമാകുന്നത് എന്ന് വിശദീകരിച്ചിട്ട് കുറേ ഉദാഹരണം പറയാൻ. നിങ്ങൾ ഒന്നുകിൽ മുസാഫഹത്ത്, നേർക്ക് നേരെ നിങ്ങൾ പറയുന്ന അയാൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാം, അല്ലെങ്കിൽ ടെലക്സ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതെന്തല്ല? ശിർക്കല്ല. നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് അയാൾ എങ്ങനെയാ കേൾക്കുന്നത്, അതിൽ ഒരു സിറുണ്ടെങ്കിൽ അത് ശിർക്കാണ് എന്ന് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് കാണാം. അമ്മാ ദുആഉൽ മയ്യിത്തി വൽ ഇസ്തിഗാസ ബിൽ അംവാതി ഔ ബിൽ അഹ്ജാരി ഔ ബിൽ അസ്നാമി, മരിച്ചവരോട് അതേപോലെ തന്നെ കല്ലിനോട്, മരത്തിൽ ബിംബത്തോട്, ഇതിനോടൊക്കെ ഇസ്തിഗാസ നടത്തൽ, ഔ ബിൽ കവാകിബി അല്ലെങ്കിൽ നക്ഷത്രങ്ങളോട് സഹായം ചോദിക്കൽ, ഔ ബിൽ ഗായിബി അദൃശ്യരോട്. ആരാ അദൃശ്യർ? കൽ ജിന്നി വൽ മലായികത്തി,
ജിന്ന്, മലക്ക് തുടങ്ങിയവയോട് സഹായം തേടൽ, ഔ ഇൻസാനിൻ ഗായിബിൻ, അല്ലെങ്കിൽ മറഞ്ഞ ഒരു മനുഷ്യനോട് തേടൽ. യഅതഖിദു ഫീഹി വഹുവ ലാ യസ്മഉ കലാമഹു തഅതഖിദു ഫീഹി അസ്സിർ. ഇയാൾ സാധാരണഗതിയിൽ എന്റെ സംസാരം കേൾക്കില്ല ആ മനുഷ്യൻ, പക്ഷേ എന്തോ ഒരു വഴിക്ക് അയാൾ കേൾക്കും, ഭൗതികമായി ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്നലെ സലഫി ഉദാഹരണം പറഞ്ഞതുപോലെ ഇവിടുന്ന് രാമ തേങ്ങയിടണേ എന്ന് ഞാൻ പറഞ്ഞാൽ രാമൻ എങ്ങനെയോ കേൾക്കും. ഫോണിലൂടെയാണോ, അല്ല ടെലിഗ്രാമാണോ, അല്ല നെറ്റാണോ, ഒന്നുമല്ല, ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ബിഅന്നഹു യസ്മഉ മിൻ ഗൈരി ത്വരീഖിൽ ഹിസ്സി, നമ്മുടെ അനുഭവത്തിലുള്ള കാര്യകാരണ ബന്ധത്തിന് അധീനമായ ഒരു കാരണത്തിലൂടെയല്ലാതെ അയാൾ കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഹാദാ കുല്ലുഹു മിനശ്ശിർക്കിൽ അക്ബർ, ഇതൊക്കെ ശിർക്കിൽപ്പെട്ടതാണ് എന്നതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയ വ്യാഖ്യാനം. ഇത് കേട്ടിട്ട് ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന ഈ വാചകം ശിർക്കാണോ അല്ലേ? ഇതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇത് ശിർക്കാണ് എന്ന് ഈ വാചകം കേൾക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ കേരള ജമിയത്തുൽ ഉലമയിലെ എല്ലാ പണ്ഡിതന്മാരും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. ഇത് നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് ഈ വിഷയത്തിൽ ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു, അല്ലെങ്കിൽ എന്തിനാണിത് പറയുന്നത്? ചിലരൊക്കെ ചോദിക്കും, നമ്മളെ ഒരുപാട് പണ്ഡിതന്മാര് തൗഹീദിനു വേണ്ടി അധ്വാനിച്ച പണ്ഡിതന്മാര് അവരെ പറ്റി ശിർക്ക് ആരോപിക്കുകയല്ലേ, വെറുതെ പ്രചരിപ്പിക്കുകയല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരാൾക്കെതിരെ ശിർക്ക് ആരോപിച്ചത് കൊണ്ട് എന്ത് നേട്ടം നമ്മക്കാർക്കെങ്കിലും ഉണ്ടാകാൻ പോണത്? എന്നാൽ ഈ ഒരു അപകടം അത് ആളുകളോട് പറയാതിരിക്കണോ? നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരാളാണ്, നമ്മുടെ വേദിയിൽ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച ആളാണ് എന്ന നിലയിൽ നമ്മൾ ഇത് മിണ്ടാതിരിക്കണോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം വരും എന്താണെന്നറിയോ? പലപ്പോഴും വരുന്ന ഒരു സംശയം, ആരാട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്, ആരാ തേടാമെന്ന് പറഞ്ഞത്, ആരാ സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത് എന്നാണ് പിന്നെ വരുന്ന ഒരു ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ, എന്നൊരാൾ ചോദിച്ചാൽ ശിർക്കാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ലല്ലോ. ഒരു മുജാഹിദിനും എതിരഭിപ്രായം ഇല്ലല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്നൊരാൾ വിളിച്ചു ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എതിർക്കുമോ? എതിർക്കില്ലേ? നിങ്ങൾ എന്നെ എതിർക്കുമ്പോ ഞാൻ പറയുന്ന ന്യായം എന്താ? മുഹീദ്ദീൻ ശൈഖിനോട് തേടാമെന്നോ, തേടേണ്ടതാണെന്നോ, തേടാവുന്നതാണെന്നോ, പ്രാർത്ഥിക്കാമെന്നോ, പ്രാർത്ഥിക്കേണ്ടതാണെന്നോ, പ്രാർത്ഥിക്കാവുന്നതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. തേടിയ ശിർക്കല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന എന്റെ ന്യായം ഒരു തൗഹീദി പ്രസ്ഥാനത്തിന് യോജിച്ചതാണോ? അല്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും. അതിൽ ഹനീഫ ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു പണ്ഡിതന്മാരും ഈ ആരോപിക്കപ്പെടുന്ന ഒരു പണ്ഡിതന്മാരും ഇവരോട് ചോദിക്കൽ അനുവദനീയമാണെന്നോ അല്ലെങ്കിൽ അവരോട്